മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ എപ്പോഴും ഒരു ആത്മീയ പോരാട്ടമുണ്ടെന്ന് കാണാൻ കഴിയും. മനുഷ്യരുടെ രക്ഷയ്ക്കായി അവിടുന്ന് ഒരുക്കിയ പദ്ധതിക്കെതിരെയും അന്നും ഇന്നും പല വിധത്തിലുള്ള യുദ്ധങ്ങൾ കാണാം. ശത്രുവായ പിശാച് സർവശക്തിയും ഉപയോഗിച്ച് പോരാടുമ്പോഴും ദൈവം തൻ്റെ പദ്ധതികൾ രഹസ്യമാക്കി വയ്ക്കാതെ പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാം. യഹൂദയിൽ നിന്ന് ഇസ്രായേലിനെ മേയ്ക്കാനുള്ള തലവൻ പുറപ്പെട്ടു വരും എന്നും അവിടുത്തെ ഭൂമിയിലെ ജനനം ബത്ലഹേമിൽ ആയിരിക്കുമെന്നും ദൈവം കൃത്യമായി പ്രവാചകരിലൂടെ മുന്നറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കന്യകയിലൂടെ ജനിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചതുപോലെ, ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി മറിയയോട് അറിയിച്ചതുപോലെ, യേശു ജനിക്കുന്നതിന് മുൻപ് മുതൽ തന്നെ ശത്രുവിനും അത് അറിയാമായിരുന്നതിനാൽ ഏതു വിധേനയും ശിശുവിനെ നശിപ്പിക്കാനുള്ള പദ്ധതികൾ ഒരുക്കി. അതിലൊന്ന് നാടുവാഴിയായ ഹെരോദാവിനെ ഉപയോഗിച്ചതായിരുന്നു. യഹൂദരുടെ രാജാവായി പിറന്നവൻ തനിക്ക് ദോഷമുണ്ടാക്കുമെന്ന് ഭയന്നാണ് ഹെരോദാവ് യേശുവിനെ ഇല്ലായ്മ ചെയ്യാൻ കൽപ്പന പുറപ്പെടുവിച്ചത്. ഒരു പഴുതും ബാക്കി വയ്ക്കാതെയാണ് അദ്ദേഹം തൻ്റെ ഉത്തരവ് നടപ്പിലാക്കിയതെങ്കിലും ആരും അറിയാതെ ഈജിപ്തിലേക്ക് ചെന്ന് താമസിക്കാൻ ദൈവദൂതൻ നൽകിയ നിർദ്ദേശമനുസരിച്ച് യേശുവിനെയും കൊണ്ട് മാതാപിതാക്കൾ അവിടെ പോയി പാർത്തു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഹെരോദാവ് മരണമടഞ്ഞു. ഇതിനെ തുടർന്ന് യേശുവിൻ്റെ മാതാപിതാക്കൾക്ക് നൽകുന്ന സന്ദേശമാണ് ശിശുവിന് പ്രാണഹാനി വരുത്താൻ നോക്കിയവർ മരിച്ചുപോയി എന്ന്. ചില വേളകളിൽ ശത്രുവിൻ്റെ കരം ഉയർന്നിരിക്കുന്നതായി നമുക്ക് തോന്നാമെങ്കിലും അല്പകാലം കാത്തിരുന്നാൽ പ്രാണഹാനി വരുത്താൻ നോക്കുന്നവർ പ്രാണൻ നഷ്ടപ്പെട്ടവരായി ചരിത്രത്തിൽ ഒടുങ്ങും. നമ്മുടെ പ്രാണൻ ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. അതിനായി അവിടുന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മടിക്കരുത്, കാലതാമസം വരുത്തരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.